ഹായ് എവ്രി വൺ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണ ടോപ്പിക് പ്രിപ്പറേഷൻ ഓഫ് ദി റിസർച്ച് റിപ്പോർട്ട്. ഒരു റിസർച്ച് റിപ്പോർട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്. ആദ്യത്തെ ടൈറ്റിൽ പേജിൽ എന്തൊക്കെ കാണിക്കുന്നു, ദെൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഏരിയയിൽ എന്തൊക്കെയാണ് വരുന്നത്, ദെൻ റെഫറൻസ്, അങ്ങനെ 3 പോർഷൻസ് ആക്കി അതിൽ എന്തൊക്കെ വരുന്നു അതിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോണ ടോപ്പിക്കാണ് പ്രിപ്പറേഷൻ ഓഫ് ദി റിസർച്ച് റിപ്പോർട്ട്. ഒരു റിസർച്ച് റിപ്പോർട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് 3 സ്റ്റേജസ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് ആണ് ഓർഗനൈസേഷൻ ഓർ സ്ട്രക്ചർ. ദെൻ രണ്ടാമത്തെ സ്റ്റേജ് വരുന്നത് റൈറ്റ് അപ്പ് എന്ന് പറയുന്നതാണ്. ആ റൈറ്റ് അപ്പ് എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ, ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം, റിസർച്ച് മെത്തഡോളജി, facts presentation, findings, inferences, conclusions, recommendation and summary. ഇത്രയും കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ മുതൽ സമ്മറി വരെയുള്ള കാര്യങ്ങൾ റൈറ്റ് അപ്പ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് സ്റ്റേജിലാണ് വരുന്നത്. ദെൻ തേർഡ് സ്റ്റേജ് ആണ് ഡോക്യുമെന്റേഷൻ. അപ്പോൾ 3 സ്റ്റേജിലൂടെയാണ് ഒരു റിസർച്ച് റിപ്പോർട്ട് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഓർഗനൈസേഷൻ, റൈറ്റ് അപ്പ് ആൻഡ് ഡോക്യുമെന്റേഷൻ, അതാണ് ആ 3 സ്റ്റേജസ്. ഇനി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ നോക്കാൻ പോണത് വാട്ട് ഈസ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് നോക്കുന്നത്. യെസ്, ഒരു റിസർച്ച് റിപ്പോർട്ട് അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് ആദ്യം എന്ത് ചെയ്യണം, അതിൽ ഓരോ പാർട്സിനെ നമ്മൾ ഓർഡർ ചെയ്യണം. സോ സീക്വൻഷ്യലി അല്ലെങ്കിൽ ലോജിക്കലി ഒരു റിസർച്ചർ അദ്ദേഹത്തിന്റെ ഐഡിയാസിനെ പ്രസന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാന്നുണ്ടെങ്കിൽ അതാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റേജിൽ പറയണത്. ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ആ ഒരു റിസർച്ച് റിപ്പോർട്ടിന്റെ ബേസ്, ഏറ്റവും അടിത്തറയായിട്ട് വരുന്നത്. സോ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ആദ്യത്തെ സ്റ്റേജ് ആണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് ആണ്. അതാണ് ഒരു റിസർച്ച് റിപ്പോർട്ടിന്റെ ബേസ് ആയി കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ റിസർച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഐഡിയാസിനെ ലോജിക്കൽ ആൻഡ് സീക്വൻഷ്യൽ ഓർഡറിൽ പ്ലാൻ ചെയ്യുന്നു. ദെൻ ഒരു ഓർഗനൈസേഷൻ റിപ്പോർട്ടിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ, സീക്വൻഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് മിക്സഡ് ഓർഗനൈസേഷൻ. ഇതിൽ ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു റിസർച്ച് റിപ്പോർട്ടിൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടോപ്പിക്സിനും സബ് ടോപ്പിക്സിനും ആണെന്നുണ്ടെങ്കിൽ അതാണ് ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ. ഇനി റിസർച്ച് റിപ്പോർട്ടിൽ നമ്മൾ എംഫസൈസ് കൊടുക്കുന്നത് നമ്മുടെ ടൈം ആൻഡ് ഡെവലപ്മെന്റൽ ആസ്പെക്ട്സിനാണെങ്കിൽ അതിനെയാണ് സീക്വൻഷ്യൽ ഓർഗനൈസേഷനിൽ പറയുന്നത്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ഹൊറിസോണ്ടൽ ആൻഡ് സീക്വൻഷ്യൽ ഓർഗനൈസേഷൻ അതിനെ രണ്ടിനെയും കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് മിക്സഡ് ഓർഗനൈസേഷൻ. സോ നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് ആണ് ഒരു റിസർച്ച് റിപ്പോർട്ട് റൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യ സ്റ്റേജ് ആണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ. ഒരു റിസർച്ച് റിപ്പോർട്ടിന്റെ ബേസ് ആണ്. ലോജിക്കലി അല്ലെങ്കിൽ സീക്വൻഷ്യലി എന്ത് ചെയ്യാണ്, അവിടെ റിസർച്ചർ അദ്ദേഹത്തിന്റെ ഐഡിയാസിനെ പ്ലാൻ ചെയ്യാണ്. ആൻഡ് അതിൽ 3 കാറ്റഗറീസ് ആണ് വരുന്നത്: ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ, സീക്വൻഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് മിക്സഡ് ഓർഗനൈസേഷൻ. ഇനി നമ്മുടെ രണ്ടാമത്തെ ഏരിയ ആണ് റൈറ്റ് അപ്പ്. റൈറ്റ് അപ്പ് എന്ന് പറയുന്ന ഏരിയയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ മുതൽ സമ്മറി വരെയുള്ള ഒരു കാര്യങ്ങൾ വരുന്നത് റൈറ്റ് അപ്പ് എന്ന് പറയുന്ന ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലാണ്. വൺ ഓഫ് ദ ഇന്റഗ്രൽ പാർട്ട് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് റൈറ്റ് അപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു റൈറ്റ് അപ്പ് എന്നുള്ളൊരു ഈ ഒരു പാർട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ഫേസിൽ റിസർച്ചർ കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. കാരണം ആ ഒരു റിസർച്ചർ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെർവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു മീനിങ് എക്സാക്റ്റ് ആയി കൺവേ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കൂട്ടം വേർഡ്സിനെ അല്ലെങ്കിൽ ഒരു വേർഡ്സിനെ ചൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഈ റൈറ്റ് അപ്പ് എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജ്. യെസ്, അപ്പൊ റൈറ്റ് അപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഇൻട്രൊഡക്ഷൻ മുതൽ സമ്മറി വരെ വരണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി അതിൽ എന്തൊക്കെയാന്നുള്ളത് ഓരോന്നായിട്ട് നോക്കാം. യെസ്, ആദ്യം ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എന്തായിരിക്കും, ആ ഒരു റിപ്പോർട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു നെസസറി അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് മാറ്റർ ഒക്കെ ആയിരിക്കും ഇൻട്രൊഡക്ഷൻ പോർഷനിൽ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് റിസർച്ച്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, എയിംസ്, പ്രമിസസ്, ദെൻ സ്കോപ്പ്, ലിമിറ്റേഷൻസ്,
ദെൻ അപ്രോച്ചസ്, അത് ഏത് ഓഡിയൻസിനെ ഫോക്കസ് ചെയ്യുന്നു, അതിന്റെ ബെനിഫിറ്റ്സ് എന്താ, അല്ലെങ്കിൽ റീഡേഴ്സിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ഏരിയ ഡീൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ റിസർച്ച് റിപ്പോർട്ടിന്റെ സബ്ജക്ട് മാറ്റർ, മെയിൻ സബ്ജക്ട്, ദെൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ലിമിറ്റേഷൻ, പ്രമിസസ്, ഒബ്ജക്റ്റീവ്സ്, ഓഡിയൻസ്, ദെൻ അതിന്റെ ബെനിഫിറ്റ്സ്, പിന്നെ റീഡേഴ്സിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ പോർഷനിലുള്ളത്. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം എന്ന് പറയുന്ന സെക്കൻഡ് ഏരിയയിൽ വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, എന്തിനാണോ നമ്മുടെ റിസർച്ച് അല്ലെങ്കിൽ സ്റ്റഡി ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഹൈപ്പോതെസിസ്, എന്തിനാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഹൈപ്പോതെസിസും മെൻഷൻ ചെയ്യുന്നുണ്ട് സെക്കൻഡ് സ്റ്റേജിൽ. ഇനി ഇൻട്രൊഡക്ഷനും കഴിഞ്ഞു, സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം കഴിഞ്ഞു. ദ തേർഡ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. റിസർച്ച് മെത്തഡോളജിയിൽ ആദ്യം ഡീൽ ചെയ്യുന്നത് ബേസിക് ഡിസൈൻ ഓഫ് ദി സ്റ്റഡി. നമ്മുടെ റിസർച്ചിന്റെ ബേസിക് ഡിസൈൻ ആണ് ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. ബേസിക് ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്തിനാണ് നമ്മുടെ റിസർച്ച് ഫോക്കസ് ചെയ്യണത്, അല്ലെങ്കിൽ എന്തിനാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്, ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യനയർ, അല്ലെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂ പാറ്റേൺ, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിന്റെ ആ ഒരു ടൈപ്പ് എക്സ്പെരിമെന്റൽ ആണോ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ്. സോ ആ ഒരു ബേസിക് ഡിസൈൻ ആണ് ആദ്യം കവർ ചെയ്യുന്നത് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ഒരു പാർട്ടിൽ. ദെൻ രണ്ടാമത് നാച്ചർ ഓഫ് ദി സാമ്പിൾ. ഇപ്പൊ നമ്മൾ സാമ്പിൾ ആണ് സ്റ്റഡി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സാമ്പിൾസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, എത്ര സാമ്പിൾസ് നമ്മൾ എടുത്തു, ദെൻ അതിനെ എങ്ങനെയൊക്കെയാണ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. സോ അത്തരത്തിലുള്ള സാമ്പിൾസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ ഡാറ്റ കളക്ഷൻ ടെക്നിക്. ഏതൊക്കെയാണ് നമ്മുടെ സോഴ്സസ് ഓഫ് ഡാറ്റ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അതിന് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് അല്ലെങ്കിൽ ടെക്നിക്കുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസ് റേറ്റ്സ് എത്രയാണ്, നോൺ റെസ്പോൺസ് റേറ്റ്സ് എത്രയാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡാറ്റ കളക്ഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നു. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. സോ ഏതൊക്കെ ടൂൾസും ടെക്നിക്കും ആണ് നമ്മുടെ റിസർച്ചുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്നത്, അതും നമ്മുടെ റിസർച്ച് മെത്തഡോളജി പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ മൂന്നാമത്തെ ഒരു ഭാഗമാണ് നമ്മുടെ റൈറ്റപ്പിൽ ആദ്യത്തെ ഭാഗമാണ് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് സ്റ്റേജ് ആണ് പ്രോബ്ലം, അതിന് സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. ദെൻ തേർഡ് വൺ ആണ് റിസർച്ച് മെത്തഡോളജി. അതിൽ ആദ്യം നമ്മുടെ സ്റ്റഡിയുടെ ബേസിക് ഡിസൈൻ എംഫസൈസ് ചെയ്യുന്നു. ദെൻ സാമ്പിൾസിന്റെ നാച്ചർ, ഡാറ്റ കളക്ഷൻ ടെക്നിക്കുകൾ, ദെൻ മറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. ഇത്രയും കാര്യങ്ങൾ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ഒരു പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു വെക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫാക്ട്സ് പ്രസന്റേഷൻ എന്ന് പറയുന്ന ഏരിയയിലാണ്. അതായത് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്. സോ ഇത്തരത്തിലെ ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടേബിൾസ് യൂസ് ചെയ്യാം, ചാർട്ട്സ് യൂസ് ചെയ്യാം, ഡയഗ്രാംസ് യൂസ് ചെയ്യാം. സോ അങ്ങനെയൊക്കെയുള്ള ചാർട്ട്സും ടേബിൾസും ഡയഗ്രാംസ് ഒക്കെ അതെല്ലാം വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഫാക്ട്സിനെ റെപ്രസെന്റ് ചെയ്യാണ്, നമ്മുടെ ഡാറ്റയെ അനലൈസ് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് ഏരിയ ആണ് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. റിസർച്ചിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യേണ്ട ഒരു പോർഷൻ ആണ് ഫൈൻഡിങ്സ്. കാരണം ഒരു പ്രോബ്ലത്തിൽ നിന്ന് എന്താണ് കണ്ടെത്തുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ചിലപ്പോൾ പോസിറ്റീവ് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ആവാം. ഫൈൻഡിങ്സ് എപ്പോഴും ഒരു സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ മാനറിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഓർഡർ ആയിട്ട്, അതൊരു സീക്വൻഷ്യൽ ഓർഡറിൽ അതിനെ റൈറ്റ് ചെയ്യണം. പിന്നെ ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യണം. സോ ഫൈൻഡിങ്സ് എന്നുള്ള പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡിങ്സ് പോസിറ്റീവോ നെഗറ്റീവോ ആവാം, അത് സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ ക്ലിയർ ആയിട്ടും പ്രിസൈസ് ആയിട്ടും എന്ത് ചെയ്യണം, പറയണം. ദെൻ ഫൈൻഡിങ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഏരിയ ആണ് ഇൻഫറൻസസ് എന്ന് പറയുന്നത്. ഇൻഫറൻസസ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമ്മുടെ ഫൈൻഡിങ്സ് തന്നെയാണ് ഇൻഫറൻസസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലും പ്രസന്റ് ചെയ്യുന്നത്. ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ആസ് ഫൈൻഡിങ്സ്. ഒരിക്കലും ഒരു കംപ്ലീറ്റ് മീനിങ്, അത് വായിക്കുന്ന ആളുകൾക്ക്, റീഡേഴ്സിന് ഒരു കംപ്ലീറ്റ് മീനിങ് കൺവേ ചെയ്യാൻ ഇൻഫറൻസസിന് കഴിയുന്നില്ല. നമ്മുടെ റിസർച്ചിൽ നിന്ന് കിട്ടുന്ന ഫാക്ട്സിനെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു റിസർച്ചിന്റെ സിഗ്നിഫിക്കൻസ് ഫാക്ട്സിനെ തന്നെയാണ് ഇൻഫറൻസസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. പക്ഷെ ഒരു കംപ്ലീറ്റ് മീനിങ് കൺവേ ചെയ്യാൻ എന്തിന് കഴിയുന്നില്ല, ഇൻഫറൻസസിന് കഴിയുന്നില്ല.
ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ എന്ന് പറയുന്ന ഏരിയയിലാണ് റിസർച്ചർ എന്ത് ചെയ്യുന്നത്, ഫൈനലി റിസർച്ചർ ആ ഒരു ഡാറ്റ അല്ലെങ്കിൽ ആ ഒരു ഫൈൻഡിങ്സിനെ അസസ് ചെയ്യുന്നു. അതിനെ കുറിച്ചിട്ട് ഒരു അസസ്മെന്റ് പറയാണ്, കൺക്ലൂഷൻസ് ഡ്രോൺ ചെയ്യാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള എവിഡൻസിനെ ബേസ് ചെയ്ത്, നമ്മുടെ അനാലിസിസിനെ ബേസ് ചെയ്ത്, നമ്മുടെ ഇന്റർപ്രിട്ടേഷൻസിനെയും ഇവാലുവേഷൻസിനെയും ബേസ് ചെയ്ത് കൺക്ലൂഷൻസിലേക്ക്, അസസ്മെന്റിലേക്ക് എത്തിച്ചേരുകയാണ്. ദെൻ കൺക്ലൂഷന് ശേഷം വരുന്ന പോർഷൻ ആണ് റെക്കമെൻഡേഷൻ. റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു റിസർച്ചർ ആ ഒരു സ്റ്റഡീനെ ബേസ് ചെയ്ത് ഫോർവേഡ് ചെയ്യാണ് കുറച്ച് സജഷൻസ്. അതിനെയാണ് നമ്മൾ റെക്കമെൻഡേഷൻസ് എന്ന് പറയുക. എന്താണോ റിസർച്ചർക്ക് പറയാനുള്ളത്, അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു സജഷൻ, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാൻ വേണ്ടി എന്താണോ അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്യാനുള്ളത്, സോ അതിനെയാണ് റെക്കമെൻഡേഷൻ പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. സോ ഈ റിസർച്ചറുടെ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ സജഷൻസ് എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. ബട്ട് റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് റിസർച്ചർ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ സ്റ്റഡീനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സിനെ ബേസ് ചെയ്ത് പുട്ട് ഫോർവേഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ നമ്മുടെ റൈറ്റപ്പ് എന്ന് പറയുന്ന ഏരിയയിൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലെ അവസാനത്തെ കാര്യമാണ് സമ്മറി ഓർ അബ്സ്ട്രാക്ട്. സമ്മറി അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ എൻറ്റയർ റിപ്പോർട്ടിനെ, അതായത് നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തിന്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരിക്കും, ദെൻ റിസർച്ചിന്റെ പ്രൊസീജിയേഴ്സ്, മേജർ ഫൈൻഡിങ്സ്, മേജർ കൺക്ലൂഷൻസ്, സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യാണ്, ബ്രീഫ് ചെയ്യാണ്, ഒരു ബ്രീഫ് സമ്മറി കൊടുക്കുകയാണ്. സോ അതിനെ ഒന്നെങ്കിൽ അബ്സ്ട്രാക്ട് അല്ലെങ്കിൽ സമ്മറി എന്ന് പറയുന്ന ആ ഒരു ടേം വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മീൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഫേസിൽ വരുന്നത്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നതായിരുന്നു റൈറ്റപ്പ്. റൈറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. റിസർച്ചർ ആ ഒരു റിസർച്ചിന് എന്താണോ കണ്ടെത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പറയാൻ വേണ്ടി അല്ലെങ്കിൽ എക്സാക്റ്റ് ആയി കൺവേ ചെയ്യാൻ വേണ്ടി വേർഡ്സിനെ ചൂസ് ചെയ്യാണ് അദ്ദേഹം. റൈറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ പോർഷൻ എന്നാണ്. ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതുന്നു, ദെൻ പ്രോബ്ലത്തിന് സ്റ്റേറ്റ് ചെയ്യുന്നു, ദെൻ റിസർച്ച് മെത്തഡോളജി ഉണ്ട്, ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ട്സ് പ്രസന്റേഷൻ, ദാറ്റ് മീൻസ് ഡാറ്റ അനാലിസിസ്, ദെൻ അതിന്ന് ഫൈൻഡിങ്സ് റെക്കോർഡ് ചെയ്യുന്നു, ഇൻഫറൻസസ് എഴുതുന്നു, കൺക്ലൂഷൻസ് എഴുതുന്നു, ദെൻ ഫൈനലി റെക്കമെൻഡേഷൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഒരു ബ്രീഫ് സമ്മറി അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഇപ്പൊ റൈറ്റപ്പ് എന്ന് പറയുന്ന സെക്കൻഡ് ഫേസ് ഇവിടെ ഫിനിഷ് ചെയ്യാണ്. ഇനി ദ നെക്സ്റ്റ് വൺ ഡോക്യുമെന്റേഷൻ. യെസ്, ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നമ്മുടെ റിസർച്ചിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള എവിഡൻസസ് അല്ലെങ്കിൽ നമ്മൾ ബോറോ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ്, ഐഡിയാസ്, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡോക്യുമെന്റ് ചെയ്യാണ്. അത് നമ്മുടെ പ്രൈമറി സോഴ്സസ് ആയിരിക്കാം, സെക്കൻഡറി സോഴ്സസ് ആയിരിക്കാം. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഉൾപ്പെടുത്തുകയാണ്. എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ റെഫറൻസസ്, അതെല്ലാം നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജ് ആണ് ഡോക്യുമെന്റേഷൻ. ദാറ്റ് മീൻസ് ഡോക്യുമെന്റേഷനിൽ ഫുട് നോട്ട്സ് ഇൻക്ലൂഡഡ് ആണ്, ബിബ്ലിയോഗ്രഫി ഇൻക്ലൂഡഡ് ആണ്, ദെൻ ടേബിൾസ്, ചാർട്ട്സ്, ഗ്രാഫ്സ് ഇൻക്ലൂഡഡ് ആണ്, കൊട്ടേഷൻസ് ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആണ്, ദെൻ അപ്പൻഡിക്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും എല്ലാ എവിഡൻസസും ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, മെൻഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ, നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ പറയണത്. ആൻഡ് ഡോക്യുമെന്റേഷൻ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യണത്, നമ്മൾ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ബോറോ ചെയ്തിട്ടുള്ള ആ ഒരു ഫാക്ട്സിനെയും ഐഡിയാസിനെയൊക്കെ ഒരു അക്നോളജ് ചെയ്യാൻ, ഒരു നന്ദി രേഖപ്പെടുത്താൻ. നമ്മൾ വായിച്ച ജേർണൽസ് ആയിരിക്കാം, ആർട്ടിക്കിൾസ് ആയിരിക്കാം, ബുക്സ് ആയിരിക്കാം, നമ്മളതിനെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം ആസ് എൻ എവിഡൻസ്, ഒരു എവിഡൻസ് ആയിട്ട്. സോ അത്തരം സിറ്റുവേഷൻസിൽ ആ ഒരു ഫാക്ട്സ്, ഐഡിയാസ് അത് നമ്മൾ കടമെടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിനൊന്ന് നമ്മൾ അക്നോളജ് ചെയ്യണം. സോ അതിനു വേണ്ടിയാണ് ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ടു ഐഡന്റിഫൈ ദി കൊട്ടേഷൻ, ഇപ്പോൾ വേറൊരാൾ പറഞ്ഞിട്ടുള്ള കോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. സോ അത് ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ സോഴ്സസ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അതിനൊരു റെഫറൻസ് പ്രൊവൈഡ് ചെയ്യാൻ. സോ ഇതിനൊക്കെ വേണ്ടിയാണ് ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്യുന്നത്. യെസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ റിസർച്ച് റിപ്പോർട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന നമ്മൾ പറഞ്ഞത്. അതിന് 3 സ്റ്റേജസ് ആണ്: ഓർഗനൈസേഷൻ, റൈറ്റപ്പ് ആൻഡ് ഡോക്യുമെന്റേഷൻ. ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, നമ്മൾ ഓരോ പാർട്സിനും മോഡൽ ചെയ്യാണ്.
Then write up എന്ന് പറയുന്നത് ആദ്യം introduction എഴുതുന്നു, then statement of the problem, then research methodology, then facts representation, then findings, inferences, conclusions, recommendations and summary. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എവിഡൻസസ് അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ബോറോ ചെയ്തിട്ടുള്ള ഐഡിയാസ്, ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സോഴ്സസ് ഓഫ് ഡാറ്റ എന്ത് ചെയ്യാണ്, മെൻഷൻ ചെയ്യാണ്. സോ അതിനെയാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഒരു റിസർച്ച് റിപ്പോർട്ട് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ പ്രിപ്പറേഷനായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്.